വെൽക്കം ബാക്ക് പ്രിയപ്പെട്ടവരെ. ഇതാ നിങ്ങൾ നോക്കൂ, വിഴിഞ്ഞം തുറമുഖം, അവിടെ MSC ഐറീന എന്ന അതിഭീമാകാരനായ കപ്പൽ എത്തി നിൽക്കുന്ന ദൃശ്യം നമ്മളിങ്ങനെ കാണുകയാണ്. MSC ഐറീന 400 മീറ്റർ നീളമുള്ള 22 നില കെട്ടിടത്തിന്റെ ഉയരമുള്ള 24,000 TU കണ്ടെയ്നർ കൈകാര്യം ചെയ്യാൻ ശേഷിയുള്ള MSC ഐറീന എന്ന് പറയുന്ന MSCയുടെ ലോകത്തെ ഏറ്റവും വലിയ കപ്പൽ, അവരുടെ ജെറ്റ് സർവീസിൽ ഉൾപ്പെടുന്ന ഒന്നാമത്തെ കപ്പൽ. ആ കപ്പലാണ്. അതിൻ്റെ വിവിധ ആംഗിളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒന്ന് നമ്മുടെ ക്യാമറയാണ്, മറ്റൊന്ന് അവർ നൽകുന്ന ലിങ്ക് കൂടിയാണ്, അവരുടെ തുറമുഖ അധികൃതരുടെ ക്യാമറയാണ്. ഇപ്പോൾ ഒരു പരിധിക്കപ്പുറത്തേക്ക് നമുക്ക് ക്യാമറയുമായി അങ്ങോട്ടേക്ക് പോകാൻ കഴിയില്ല, മുന്നിൽ കടലായതുകൊണ്ട് തന്നെ. MSCയുടെ മറ്റൊരു ചെറിയ കപ്പൽ അവിടെ കിടക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒരേ സമയം 2 കപ്പൽ ഇപ്പോൾ അവിടെ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇതാ ആ കപ്പലിനെ കണ്ട് അന്തം വെച്ച് നിൽക്കുന്ന മാനസയെ എനിക്ക് കാണാൻ കഴിയുന്നുണ്ട് സ്ക്രീനിൽ. ഇപ്പോഴും മാനസയ്ക്ക് അത്ഭുതം മാറിയിട്ടില്ല. തലശ്ശേരിയിൽ നിന്ന് ഇവിടെ എത്തി ഈ കപ്പൽ കണ്ട് ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്ന കുട്ടി, അതാണിപ്പോൾ മാനസ സ്ക്രീനിൽ കാണുന്നത്. തീർച്ചയായും മനു, തീർച്ചയായും. ഞാനിപ്പോൾ തലശ്ശേരിയാണ് എൻ്റെ സ്വദേശം. പക്ഷേ തിരുവനന്തപുരത്തെത്തി ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത് ഈ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. റിപ്പോർട്ടിങ്ങിലൂടെയാണെങ്കിലും തുറമുഖത്തിൻ്റെ ഒരു പാർട്ടാകാൻ കഴിഞ്ഞു എന്നുള്ളത്. അതോടൊപ്പം തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലായ ഐറിനയെ അടുത്ത് എത്രത്തോളം അത് പറഞ്ഞറിയിക്കാൻ പറ്റും എന്ന് എനിക്കറിയില്ല. ഒരു ലിമിറ്റുണ്ട്, പക്ഷേ ആ ലിമിറ്റ് അടുത്ത് നിന്ന് നോക്കുമ്പോഴും നമുക്കതിൻ്റെ വലുപ്പം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നേരിട്ട് കണ്ട് അറിയാൻ പറ്റുന്നുണ്ട്. 22 നില കെട്ടിടത്തിൻ്റെ ഉയരം, അതാണ് ഈ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 1/2 കിലോമീറ്ററോളം നീളം. അതിൻ്റെ നീളത്തിൽ തന്നെ നമുക്ക് ഈ ഒരു ബെർത്തിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ബെർത്തിങ് ചെയ്യാനുള്ള പ്രോസസ്സ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ബെർത്തിങ് ആകും എന്ന് തന്നെയാണ് കരുതുന്നത്. ആ ഒരു ഘട്ടത്തിലേക്കാണ് കപ്പൽ നീങ്ങി പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും 1/2 കിലോമീറ്ററോളം നീളമുള്ള ആ കപ്പൽ ഇതാ ഈ വിഴിഞ്ഞം തുറമുഖത്തെ തൊടാനായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു കാഴ്ച എത്രത്തോളം പറഞ്ഞറിയിക്കണം എന്നുള്ളത് എനിക്കറിയില്ല. ഒരുപക്ഷെ ഈ കാണുന്ന പ്രേക്ഷകർക്കും ഈ കണ്ണിമ വെട്ടാതെ കണ്ടുകൊണ്ടിരിക്കാൻ തോന്നുന്ന തരത്തിലുള്ള ഒരു കാഴ്ച തന്നെയാണ് ഇത്. കാരണം ഏറ്റവും വലിയ കപ്പൽ എന്ന് പറയുമ്പോൾ നമുക്ക് അതിന് തൊട്ട് അടുത്ത് MSC മോണിക്ക എന്ന കപ്പലുണ്ട്. ആ 2 കപ്പലും കൂടി നിൽക്കുമ്പോൾ ഇതിന്റെ ഉയരം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കേട്ടോ മനസ്സിൽ ഇപ്പോൾ പറഞ്ഞത്. ആ 2 കപ്പലുകൾ തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ മനസ്സിലാകും. ഈ കപ്പൽ MSC, മറ്റേ കപ്പൽ MSC മോണിക്ക അല്ലേ, ആ കപ്പലുമായി കമ്പയർ ചെയ്യുമ്പോൾ അതൊരു തീപ്പെട്ടി കവർ പോലെ ചെറുതായിട്ട് നമുക്ക് തോന്നുന്നു. ഇവനാണെങ്കിലോ അതിഭയങ്കരൻ, വമ്പൻ, ഭീമാകാരൻ. തീർച്ചയായും ആ ഭീമൻ കപ്പലിനെ നേരിട്ട് കണ്ട ഒരു അമ്പരപ്പിലാണ് ഞാനും ഇപ്പോഴും ഉള്ളത്. നമുക്ക് ഈ കപ്പലിനെ 2 ദിവസം മാത്രമാണ് കാണാൻ സാധിക്കൂ എന്നുള്ളതാണ്. കാരണം ഇന്ന് നമ്മൾക്ക് കാണാൻ കഴിഞ്ഞു, പക്ഷേ ഈ കണ്ടെയ്നറുകൾ ഇറക്കിയ ശേഷം നാളെ കഴിയുകയാണെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാളോടുകൂടി കപ്പൽ യൂറോപ്പിലേക്ക് എത്തിക്കും എന്ന അറിയിപ്പാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 2 ദിവസത്തെ ആ ഒരു അമ്പര കാഴ്ച വിഴിഞ്ഞം തുറമുഖത്ത് ഇങ്ങനെ തന്നെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയും ഇപ്പോൾ ഉണ്ട്. ഏതായാലും 1/2 കിലോമീറ്ററോളം നീളമുള്ള കപ്പൽ ഇതാ ബർത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ വിഴിഞ്ഞം തുറമുഖം തൊടാനായി പോവുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 16,000-ഓളം കണ്ടെയ്നറുകളാണ് ഈ കപ്പലിൽ ഉള്ളത്. പക്ഷേ തുറമുഖത്ത് 4,000-ഓളം കണ്ടെയ്നറുകൾ മാത്രമാണ്, അതായത് വിഴിഞ്ഞത്ത് 4,000-ഓളം കണ്ടെയ്നറുകൾ മാത്രമാണ് ഇറക്കുക. ശേഷം ബാക്കിയുള്ള കണ്ടെയ്നറുകളുമായി മറ്റു തുറമുഖങ്ങളിലേക്ക് പോകും. നിലവിൽ യൂറോപ്പിലേക്കാണ് ഇതിൻ്റെ യാത്ര തിരിക്കുക എന്ന അറിയിപ്പാണ് ലഭിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് സൂചിപ്പിച്ചതുപോലെ തന്നെ ദക്ഷിണേഷ്യയിൽ ഈ വിഴിഞ്ഞത്തെ സംബന്ധിച്ചിടത്തോളം ഒരു നേട്ടങ്ങളുടെ ഒരു കൊയ്ത്ത് തന്നെയാണ് ഈ കാലയളവിലൊക്കെയും ഉണ്ടായിരിക്കുന്നത്. കമ്മീഷനിങ് ചെയ്യുന്നതിന് മുന്നേ തന്നെ വലിയ പടുകൂറ്റൻ കപ്പലുകളൊക്കെയും തന്നെ തുറമുഖം തൊട്ടിട്ടുണ്ട്. ആ രീതി ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കമ്മീഷൻ ചെയ്ത് 1 മാസം മാത്രമാണ് ആകുന്നത്. അതിനിടെയാണ് ഈ പടുകൂറ്റൻ കപ്പൽ അല്ലെങ്കിൽ ഭീമൻ കപ്പലായ MSC ഐറിനയിൽ ഏറ്റവും ഫസ്റ്റ് ക്ലാസ്സിലായി നിൽക്കുന്ന ഐറിന കപ്പൽ ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖത്തെ എത്തിയിരിക്കുന്നത്. അതിൻ്റെ ഒരു സന്തോഷ നിമിഷത്തെ കുറച്ച് ഇരട്ടിയാക്കുന്നത് ആ കപ്പലിൻ്റെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് മലയാളിയായ തൃശ്ശൂർക്കാരനായ വില്ലി ആൻ്റണി എന്ന ക്യാപ്റ്റനാണ്. അദ്ദേഹം ഈ കപ്പലിനകത്തുണ്ട്. അദ്ദേഹം 2 ദിവസം മുന്നേ തന്നെ മാധ്യമങ്ങൾക്ക് പ്രതികരണം നൽകിയതാണ്. അദ്ദേഹത്തിനും അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. ഈ ഒരു ക്യാപ്റ്റൻ കാലയളവിൽ അല്ലെങ്കിൽ ക്യാപ്റ്റൻ ജീവിതത്തിൽ ഈ വിഴിഞ്ഞത്തേക്ക് കപ്പൽ എത്തിക്കുന്നതിൻ്റെ ആ ഒരു സന്തോഷ നിമിഷം അദ്ദേഹവും പങ്കുവെച്ചിട്ടുണ്ട്. ആ ഒരു നിമിഷം കൂടി നമ്മൾ കണ്ടതാണ് ആ
പറഞ്ഞതാണ്. അദ്ദേഹത്തിനുള്ള ആ ഒരു അതേ പ്രീതി തന്നെയായിരിക്കും, അല്ലെങ്കിൽ അതേ ഒരു നിമിഷം തന്നെയായിരിക്കും ഈ മലയാളക്കരയിലെ ഏതൊരു പൗരനും ഉണ്ടാവുക എന്നുള്ളതാണ് നമുക്ക് എടുത്തു പറയേണ്ടത്. സംസ്ഥാന സർക്കാരിൻ്റെ ഈ ഒരു വികസന കുതിപ്പിൽ എന്നും ഒരു ചരിത്ര നേട്ടം തന്നെയാണ് ഈ വിഴിഞ്ഞം തുറമുഖം എന്ന് പറയുന്നത്. അതിൽ ഒരു ഏടുകൂടി ഉണ്ടായി എന്ന് വേണം നമുക്ക് ഈ ഒരു അവസരത്തിൽ പറയാൻ. MSC ഐറിന കപ്പൽ ഈ ഒരു വിഴിഞ്ഞം തുറമുഖം തൊട്ടതിൻ്റെ ഫേസ്ബുക്ക് കുറിപ്പ് മന്ത്രി VN വാസവൻ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു സന്തോഷം അറിയിച്ചിട്ടുണ്ട്. ഐറിന വിഴിഞ്ഞം തുറമുഖം തൊട്ട ആ ഒരു കാഴ്ച എല്ലാ മാധ്യമങ്ങളിലും ഇപ്പോൾ ലൈവായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ത്യ മുഴുവൻ, സാധാരണഗതിയിൽ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ മാത്രമല്ല, ഇന്ത്യ മുഴുവൻ തത്സമയം ഇപ്പോൾ ആ കാഴ്ച കാണുന്നു എന്നതാണ്. കാരണം ഇന്ത്യയുടെ കപ്പൽ ഗതാഗത ചരിത്രത്തിൽ, മാരിടൈം ചരിത്രത്തിൽ ഇത് ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു ഭീമൻ കപ്പൽ നമ്മുടെ നാട്ടിലേക്ക് വരുന്നത്. മാനസ, സാധാരണഗതിയിൽ ഇത്തരം വലിയ കപ്പലുകളിൽ വരുന്ന ചരക്കുകൾ നമ്മുടെ അയൽ രാജ്യങ്ങളിലെ തുറമുഖങ്ങളായ കൊളംബോ അല്ലെങ്കിൽ ദുബായ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇടങ്ങളിലൊക്കെ ഇറക്കി നമ്മൾ ചെറിയ വെസലുകളിൽ പോയി, ചെറിയ കപ്പലുകളിൽ പോയി അവിടുന്ന് കേരളത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തേക്ക് കൊണ്ടുവരികയായിരുന്നു പതിവ്. ആ രീതിയിൽ മാത്രം നമ്മുടെ രാജ്യത്തിന് ഒരു വർഷം കൊടുക്കേണ്ടി വരുന്നത് ഏകദേശം 7500 കോടി രൂപയായിരുന്നു വിവിധ രാജ്യങ്ങളിലെ തുറമുഖങ്ങൾക്ക് നൽകേണ്ടിയിരുന്നത്. ഇനി നമ്മുടെ വിഴിഞ്ഞം തുറമുഖം വന്നതോടുകൂടി ആ പൈസ നമുക്ക് വലിയ തോതിൽ ലാഭിക്കാൻ കഴിയും. ഇത് 2028 പൂർണ്ണതോതിൽ പ്രവർത്തന സജ്ജമാകുമ്പോൾ ഈ 7500 കോടി രൂപ നമ്മുടെ രാജ്യത്തിന് പുറത്തേക്ക് പോവുകയില്ല. അത് നമ്മുടെ നാട്ടിൽ കിടന്ന് കറങ്ങും. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത്. ഇനി റെയിൽ കണക്ടിവിറ്റി, റോഡ് കണക്ടിവിറ്റി എല്ലാം പൂർത്തിയാക്കി 2028 അടുത്ത 3 ഘട്ടങ്ങൾ കൂടി ഒരുമിച്ച് പൂർത്തിയാകുമ്പോൾ വിഴിഞ്ഞം തുറമുഖം വേറെ ലെവലാകും. ഒരു സംശയവും വേണ്ട. ബർത്തിൻ്റെ നീളം കൂടും, പുലിമുട്ടിൻ്റെ നീളം കൂടും, അടുക്കാവുന്ന കപ്പലുകളുടെ എണ്ണം ഒരേ സമയം 4 വരെയാകും. അപ്പോൾ അങ്ങനെ ഇനി വെറും 3 വർഷത്തെ കാത്തിരിപ്പ് മാത്രമേ ഉള്ളൂ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അതിൻ്റെ പൂർണ്ണമായ രീതിയിലേക്ക് കപ്പൽ ഈ തുറമുഖം സജ്ജമാകാൻ. ഇവിടെ അതിനിടയിൽ ഒരുപാട് അഭിപ്രായങ്ങൾ ഞാൻ കണ്ടു. ഈ അൽത്താഫ് അഹമ്മദ് എന്ന് പറയുന്ന നമ്മുടെ ഒരു സുഹൃത്ത് ഇത് ഉമ്മൻചാണ്ടിയുടെ വലിയ സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരമാണ് എന്നൊക്കെ ഇങ്ങനെ കുറേ സമയമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് പറയാനുള്ള എല്ലാ സ്വാതന്ത്ര്യമുണ്ട്, എല്ലാ അവകാശവുമുണ്ട്. പക്ഷേ അഭിപ്രായം പറയുമ്പോൾ കള്ളം പറയരുത്. കാരണം ഇവിടെ ഉമ്മൻചാണ്ടി എന്തു ചെയ്തു എന്നാണ് നിങ്ങൾ പറയുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട വിഷയം തന്നെയാണല്ലോ. UDF ഏറ്റവും കൂടുതൽ പറയുന്നതുമാണല്ലോ ഉമ്മൻചാണ്ടിയുടെ സ്വപ്നമായിരുന്നു എന്ന്. എന്താണ് ഉമ്മൻചാണ്ടി ചെയ്തത്? ഉമ്മൻചാണ്ടി ചെയ്തതനുസരിച്ചാണെങ്കിൽ ആ കരാർ അനുസരിച്ച് അദാനിയുടെ പോക്കറ്റിലേക്ക് പണം വീഴുന്ന ഒരു കരാറാണ് ഉമ്മൻചാണ്ടി എഴുതി ഒപ്പിട്ട് വച്ചത്. ആ കരാർ പ്രകാരം 2045 ഈ തുറമുഖത്തിന് നിർമ്മാണം പൂർത്തിയാവുകയുള്ളായിരുന്നു. അതിന് 30 വർഷം കഴിഞ്ഞാൽ മാത്രമാണ് സംസ്ഥാനത്തിന് 1% വരുമാനം പോലും കിട്ടിത്തുടങ്ങുകയുള്ളായിരുന്നു. പക്ഷേ പിണറായി വിജയൻ സർക്കാർ എന്ത് ചെയ്തു? കാരണം ഈ കരാർ ഒരു സപ്ലിമെന്ററി കൺസെഷൻ കരാർ ഉണ്ടാക്കി മാറ്റി എഴുതി. അത് പ്രകാരം 2028 ഈ പദ്ധതി പൂർത്തിയാക്കും. 2034 മുതൽ കേരളത്തിന് വരുമാനം ലഭിച്ചു തുടങ്ങും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഉമ്മൻചാണ്ടി എഴുതി വെച്ച അദാനിയുടെ പോക്കറ്റിൽ പൈസ വീഴുന്ന കരാർ മാറ്റി കേരളത്തിന് അനുകൂലമായി കരാർ എഴുതിയിട്ടത് പിണറായി വിജയൻ സർക്കാരാണ് എന്ന് മാത്രം ഓർത്താൽ മതി. ഇനി ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഇതെല്ലാം ഉമ്മൻചാണ്ടിക്ക് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ എന്തുകൊണ്ടാണ് ഈ കല്ല് മാത്രം ഇട്ട് പോയത്? അതിനപ്പുറത്തേക്ക് 2011 മുതൽ 16 വരെയുള്ള കാലഘട്ടത്തിൽ എന്തുകൊണ്ട് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല? ഇവിടെ LDF സമരം ചെയ്തു എന്നും ഈ അൽത്താഫ് എഴുതുന്നുണ്ട്. LDF എന്ത് സമരം ചെയ്തു എന്നാണ് താങ്കൾ പറയുന്നത്? LDF മനുഷ്യച്ചങ്ങല തീർത്തത് ഈ തുറമുഖം യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. അന്നത്തെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളിലെല്ലാം വാർത്തയുണ്ട്. ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒന്നാമത്തെ കണ്ണിയും CPIയുടെ നേതാവായ പന്നിൻ രവീന്ദ്രൻ അവസാന കണ്ണിയുമായി നിൽക്കുന്ന മനുഷ്യച്ചങ്ങല ഞാനൊക്കെ ഈ തിരുവനന്തപുരത്ത് വന്ന കാലഘട്ടത്തിലാണ് വിഴിഞ്ഞം തുറമുഖത്തിന് വേണ്ടി ഈ നാട്ടിൽ നടന്നത്. ഇവിടെ 250ഓളം ദിവസം നീണ്ടുനിന്ന വലിയ സമരം സംഘടിപ്പിച്ചു, രാപ്പകൽ സമരം തിരുവനന്തപുരത്ത് രക്തസാക്ഷി മണ്ഡപത്തിന് മുൻപിൽ ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി LDF. അന്ന് ഉമ്മൻചാണ്ടി ഒന്നും മിണ്ടാതിരിക്കുകയായിരുന്നു. അവസാനം മറ്റു മാർഗ്ഗങ്ങളില്ലാതെ വന്നപ്പോൾ അദാനിയുമായി ഒരു കരാർ എഴുതി ഒപ്പിരുന്നു അവരുടെ ഭരണത്തിന്റെ അവസാന കാലഘട്ടത്തിൽ. ആ കരാറിനെതിരെ അന്ന് രൂക്ഷ വിമർശനം ഉയർത്തിയത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ VM സുധീരനായിരുന്നു. ഇത് AICCയുടെ താല്പര്യങ്ങൾക്ക് പോലും വിരുദ്ധമാണെന്ന് പറഞ്ഞു വെച്ചത്. അതിനുശേഷം പ്രതിപക്ഷ നേതാവ് VD സതീശൻ തന്നെ, ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് അന്നത്തെ ഹരിത MLA എന്ന് പേരെടുത്ത VD സതീശൻ തന്നെ ആ കരാറിനെതിരെ രംഗത്ത് വന്ന് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇതൊക്കെ നാട്ടുകാരുടെ മുന്നിൽ പച്ച സത്യങ്ങളായി നിൽക്കുമ്പോൾ വെറുതെ നുണയൻ എന്ന വിളിപ്പേര് കേൾപ്പിക്കരുത്. അത് മാത്രമേ പറയാനുള്ളൂ. നമുക്ക് ഈ കാഴ്ചയിലേക്ക് തന്നെ മടങ്ങിയെത്താം.